ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ സെറ്റപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റുഡിയോ ലൈറ്റില്ല, നാച്ചുറൽ സൺലൈറ്റിലാണ് എടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നാട്ടിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകും. ഓക്കെ, സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ കഴിഞ്ഞ വർഷം വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സാംസങ് ഫോൺസ് എന്ന് പറയാൻ പറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ് സാംസങ് മിഡ് റേഞ്ച് ഫോൺസ് എന്ന് പറയപ്പെടുന്ന സാംസങ് ഗാലക്സി M51 ഒരു നെക്സ്റ്റ് വർഷം വരുന്നുണ്ട്. നല്ല കിഡിലൻ സ്പെസിഫിക്കേഷൻസ് ആണ് വരാൻ പോകുന്നത്. സോ ഈ ഒരു M52 ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് സാംസങ് ഗാലക്സി M51 എന്നൊരു ഫോൺ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫോൺസ് ആണ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന്. ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് നോക്കുമ്പോൾ, കാരണം ഇതിലെല്ലാം ഉണ്ട്. ഒരു ഓൾറൗണ്ട് ഫോൺ എന്ന് പറയാൻ പറ്റും സാംസങ് ഗാലക്സി M51. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്യാമറ, നല്ല ബാറ്ററി ബാക്കപ്പ്, അത്യാവശ്യം നല്ല പ്രൊസസ്സർ, ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോണിൽ നെക്സ്റ്റ് വർഷം വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ചില ലീക്സും റൂമേഴ്സൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഫസ്റ്റ് നമുക്ക് സാംസങ് ഗാലക്സി M52 ഡിസ്പ്ലേ നോക്കാം. സോ ഒരു സംശയം വേണ്ട, സാംസങ് ഒരു ഫോൺ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കാറ്റഗറിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. കാരണം സാംസങ് തന്നെയാണ് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേസ് ഉണ്ടാക്കുന്നത്. സാംസങ് ഫോൺസിൽ സാംസങ് ഇടുന്ന സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും. നല്ല കളർ കാലിബ്രേഷൻ ആണ്. അതേ രീതിയിൽ സാംസങ് ഗാലക്സി M51 ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ്. നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല പോപ്പിംഗ് കളേഴ്സ് എല്ലാം ഉണ്ട്, ഡീപ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഈ എക്സാക്ട് ഡിസ്പ്ലേ സാംസങ് ഗാലക്സി M52 വന്നാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിലും എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒന്നാണ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. റീസെൻ്റ്ലി ഇറങ്ങിയ M32 സാംസങ് കൊടുത്തിട്ടുണ്ട്. സോ ചിലപ്പോൾ M52 വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഗൊറില്ല ഗ്ലാസ് 3 അല്ലെങ്കിൽ 3+ ആണെന്ന് തോന്നുന്നു. ഗൊറില്ല ഗ്ലാസ് 5 വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനോടൊപ്പം തന്നെ HDR10 ഫീച്ചർ വന്നാൽ ബെറ്റർ ആയിരിക്കും. സാംസങ് നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ HDR ഫീച്ചർ കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യാറില്ല. പക്ഷേ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം പോലത്തെ ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റുകളിൽ HDR കണ്ടൻറ്റ് വരാറുണ്ട്. ഒരുപാട് മൂവീസ് HDR കണ്ടൻറ്റിലാണ് വരുന്നത്. സോ അത് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ HDR10 ഫീച്ചർ ഉണ്ടായിരിക്കുന്നത് കമ്പൽസറിയാണ്. സോ ആ ഒരു ഫീച്ചറും കൂടി വരികയാണെങ്കിൽ, സോ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ പ്ലസ് HDR10 ഫീച്ചറും കൂടി വരികയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ട് ഫോണായിരിക്കും സാംസങ് ഗാലക്സി M52. ഡിസ്പ്ലേൻ്റെ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കളർ കാലിബ്രേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ 90 Hz സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി M32 90 Hz ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ M52 അത് വരാൻ ചാൻസ് ഉണ്ട്. സാംസങ് സ്ലോലി 60 Hz നിന്ന് 90 Hz ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോ അതും ഗുഡ് ന്യൂസ് ആണ്. സോ ഫുൾ HD+ റെസല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 90 Hz സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ വരികയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും സാംസങ് ഗാലക്സി M52. നെക്സ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ചിപ്സെറ്റ് അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ കാറ്റഗറി നോക്കാം. സോ ഈ സാംസങ് ഗാലക്സി M51 വരുന്നത് വരെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ സാംസങ്ങിൻ്റെ പെർഫോമൻസ് കാറ്റഗറി വളരെ ആവറേജ് ആയിരുന്നു. സാംസങ് Exynos 9611 ആയിരുന്നു. എപ്പോഴും എല്ലാ ഫോണിലും 9611 ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാംസങ്. ആ Exynos 9611 എടുത്തു മാറ്റി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G വന്നപ്പം, ഈ ഒരു ഫോണിൽ ആ ഒരു 730G വന്നപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ കണ്ടത്. എസ്പെഷ്യലി പെർഫോമൻസ് ഗെയിമിംഗ് ആണെങ്കിലും നല്ലൊരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ഫോൺ കൂടിയായിരുന്നു സാംസങ് ഗാലക്സി M51. സോ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ M52 വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സാംസങ് ഗാലക്സി M52 ഗീക്ക് ബെഞ്ച് സ്കോർസ് ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്യാം. പുറത്ത് വന്നിരിക്കുന്ന സ്കോർസ് നോക്കുകയാണെങ്കിൽ അത് 730G, 732G, 750G, ഈവൻ 765Gനേക്കാളും ബെറ്റർ സ്കോർസ് ആണ് വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇതിനേക്കാളും ബെറ്റർ ചിപ്സെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയൊരു ലീക്ക് വന്നിട്ടുണ്ട്. ആ ലീക്ക് അനുസരിച്ച് Adreno 642 GPU ആണ് വരാൻ പോകുന്നത്. 642 GPU ഉള്ള രണ്ട് ചിപ്സെറ്റ് മാത്രമേ ഉള്ളൂ, 778G ആൻഡ് 780G. മിക്കവാറും സ്കോർസ് നോക്കുകയാണെങ്കിൽ 778G ആണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ് കേട്ടോ 778G. തീർച്ചയായിട്ടും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരും ആ ഒരു GPU. PUBGയൊക്കെ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിലേക്ക് കളിക്കാൻ പറ്റും. ഓൾറെഡി 765Gയിൽ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. സോ എന്തായാലും 778Gയിലും നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം കളിക്കാനുള്ള ഓപ്ഷൻ വരും. ഇത് 780Gൻ്റെ ലേശം താഴെയായിരിക്കും. സോ നമ്മൾ ഓൾറെഡി Mi 11 ലൈറ്റ് 5Gയിൽ 4Gയിലല്ല 5Gയിൽ 780G വന്നിട്ടുണ്ട്. 780Gൻ്റെ Antutu benchmark score നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5.2 lakhs ആണ്. സോ ഇതും ഓൾമോസ്റ്റ് 5 lakh ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. 6 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.4 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 5G ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സാംസങ് ഗാലക്സി M52
ഒരു 5G ഫോൺ ആയിരിക്കും മിക്കവാറും ഈ ഒരു ചിപ്സെറ്റ് വരികയാണെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. സോ M51 ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. സോ 64 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ്, 5ൻ്റെ മാക്രോ, പിന്നെ 5ൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. ഇതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ്. എന്നെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്ത ഒരു ക്യാമറ പെർഫോമൻസ് ആയിരുന്നു സാംസങ് ഗാലക്സി M51. ഇപ്പോഴും നല്ല ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. സോ എക്സാക്ട്ലി ഈ സെയിം ക്യാമറ പെർഫോമൻസ് M52 വന്നാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ 32 മെഗാ പിക്സലിന് സെൽഫി ക്യാമറ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് തരാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി സാംസങ് ഫോൺസിൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ല സ്റ്റേബിൾ ആയിരിക്കും, നല്ല റിലയബിൾ ആണ്. അതേ രീതിയിൽ M52ൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ലതായിരിക്കും. എന്തായാലും ഫോൺ വന്നു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ സാംസങ് ഫോൺസിൽ നോർമലി എനിക്ക് നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെയും കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. M51 എന്ന ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ബ്രേക്കിംഗ് 7000 mAh ബാറ്ററിയാണ് സാംസങ് ഈ ഫോണിൽ നമുക്ക് തന്നത്. അതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് അറിയാനുണ്ട്. 1.5 ഡേ, ഈവൻ 2 ഡേ വരെ, 2 ദിവസം വരെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. സോ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. എസ്പെഷ്യലി സാംസങ്ങിൻ്റെ One UIൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നല്ലതാണ്. സോ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാറുണ്ട്. 25 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സാംസങ് ലേശം ലേസി ആയിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ചാർജറാണ് തരുന്നത്. M32 ആണെങ്കിലും A52 ആണെങ്കിലും രണ്ടിലും 25 വാട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജർ മാത്രമാണ് കിട്ടുന്നത്. സോ ആ ഒരു സംഭവം മാറ്റി 25 വാട്ടിൻ്റെ ചാർജർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. M51 അത്യാവശ്യം ഹെവി ഫോണാണ്. ഏകദേശം 215 ഗ്രാമാണ് തോന്നുന്നത് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ബാറ്ററിയാണ്. സോ 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും വെയിറ്റ് ഉണ്ടാവും. സോ 7000 mAh ബാറ്ററി കുറച്ചിട്ട് 6000 mAh ബാറ്ററി ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 200 ഗ്രാമിൻ്റെ താഴെ വെയിറ്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ഫോണിൻ്റെ ഒരു ഫീൽ കിട്ടും. ഈ ഒരു ഫോണിൻ്റെ എല്ലാ കാറ്റഗറീസും നല്ലതാണ്. സോ നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്യാമറ ഉണ്ട്, അത്യാവശ്യം നല്ല പ്രൊസസ്സർ, നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് ചെറിയൊരു കുറവ് തോന്നുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ബിൽഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. സോ തീർച്ചയായിട്ടും അത്രയും സോളിഡ് ബിൽഡ് അല്ല. ബിൽഡ് സോളിഡ് ആണ്, പക്ഷേ ബാക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത്രയും പോരാ. ഒരുപാട് സ്ക്രാച്ച് ഒക്കെ വീഴും ഈസിലി. ലേറ്റ്ലി വന്നിരിക്കുന്ന A52, A72ൻ്റെ ബാക്കും പ്ലാസ്റ്റിക് ആണ്. സാംസങ്ങിൻ്റെ എല്ലാ ഫോൺസിലും പ്ലാസ്റ്റിക് ആണ്. ഈവൻ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വരെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ നോക്കണ്ട, ഗ്ലാസും ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ പ്ലാസ്റ്റിക്കിലും വ്യത്യാസമുണ്ട്. A52 നല്ലൊരു മാറ്റ് പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി സെയിം സംഭവം ഇവിടെ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ആവും. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 എന്തായാലും കിട്ടും. One UI 3.1 ഉണ്ടാവും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുടെ ഓപ്ഷൻ ഉണ്ടാവും. മിക്കവാറും സിംഗിൾ സ്പീക്കർ ആയിരിക്കും, സ്റ്റീരിയോ സ്പീക്കർ അല്ലെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിക്കേണ്ട. മിക്കവാറും സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആയിരിക്കും വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവും, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഫുൾ ഫ്ലെജ്ഡ് നോക്ക് സെക്യൂരിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം റിലീസ് ചെയ്ത് നമ്മൾ അൺബോക്സ് ചെയ്ത M32ലും ഫുൾ നോക്ക് സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എല്ലായിടത്തും നോക്ക് സെക്യൂരിറ്റി ഉണ്ട്. സോ ആ സെയിം സംഭവം ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്. സാംസങ് പേൻ്റെ ഓപ്ഷനും വരാൻ ചാൻസ് ഉണ്ട്. NFC നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നോക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. M51ൻ്റെ പ്രൈസിങ് 20,000 to 25,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പ്രൈസ് ഇതിന് കാണും. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആണ് വരുന്നതെങ്കിൽ ചെറിയൊരു പ്രീമിയം നമുക്ക് കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് സാംസങ് ആണ് ബ്രാൻഡ്, സെക്കൻഡ് 5G ചിപ്സെറ്റ് ആയിരിക്കും. സോ 5G ഫോൺ ആയിരിക്കും. സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിക്കവാറും 25ൻ്റെ മേളിൽ വരാൻ ചാൻസ് ഉണ്ട്. 25,000 to 30,000 ആയിരിക്കും മിക്കവാറും ആ ഫോണിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. 24,999 സ്റ്റാർട്ടിംഗ് ആവാൻ സാധ്യതയുണ്ട് വിത്ത് ഓഫർ എന്നോട്. സോ 24,999 നല്ലൊരു ഫോണായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 24,999 സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും സാംസങ് ഗാലക്സി M52. എന്തായാലും ഞാനിപ്പം ഷെയർ ചെയ്ത ഇൻഫോർമേഷനൊക്കെ ആസ് പെർ ലീക്സും റൂമേഴ്സ് ആണ്. എന്തെങ്കിലും ഒഫീഷ്യൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞാനത് കൺഫേംഡ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.